ദൈവത്തിരുനാമം മഹത്വപ്പെടട്ടെ. ബൈബിൾ റീഡിംഗ് പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും കർത്തൃനാമത്തിൽ സ്വാഗതം അറിയിക്കുകയും ദൈവനാമത്തിൽ ഉള്ളതായ വന്ദനം അറിയിക്കുകയും ചെയ്യട്ടെ. ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ നിന്നാണല്ലോ നമ്മൾ വായിച്ചു വരുന്നത്. ഇന്നലെ 18-ാം അധ്യായം നമ്മൾ ചിന്തിച്ചു. ഇന്ന് 19-ാം അധ്യായത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഇതുവരെ ചിന്തിച്ചു വന്നതിൽ നിന്ന് വ്യത്യസ്തമായി ഒരു ലേവ്യൻ്റെയും അവൻ്റെ വെപ്പാട്ടിയുടെയും കാര്യമാണ് നമ്മൾ വായിക്കുന്നത്. യഹൂദന്മാർക്ക് ഒന്നിലധികം ഭാര്യമാരെ സ്വീകരിക്കാൻ അവകാശമുണ്ടായിരുന്നു. ഭാര്യയായിട്ടും വെപ്പാട്ടിയായിട്ടുമൊക്കെ അവർക്ക് ഒന്നിലധികം പേരെ സ്വീകരിക്കാനുള്ള അനുവാദം ആ കാലങ്ങളിൽ ഉണ്ടായിരുന്നു. അതനുസരിച്ചൊരു ലേവ്യൻ ഒരു വെപ്പാട്ടിയെ അവൻ ഇത് സ്വീകരിച്ചു. അവർ തമ്മിലുള്ള ദാമ്പത്യത്തിൽ പിന്നീട് കലഹമുണ്ടായി എന്ന് തോന്നുന്നു. അപ്പോൾ അവൾ പിണങ്ങി അവളുടെ സ്വന്തം അപ്പൻ്റെ വീട്ടിലേക്ക് പോവുകയാണ്. അങ്ങനെ ഏകദേശം 4 മാസം കഴിഞ്ഞപ്പോൾ ഈ മനുഷ്യൻ ഭാര്യയെ തൻ്റെ വെപ്പാട്ടിയെ അനുനയിപ്പിച്ച് കൊണ്ടുവരാൻ വേണ്ടി തന്നെ വീട്ടിൽ നിന്ന് വേലക്കാരനെയും ഒട്ടകങ്ങളെയൊക്കെ ആയിട്ട് ഭവനത്തിലേക്ക് പോകുന്നതായി നമ്മൾ വായിക്കുന്നു. അവിടെ ചെന്ന് 3 ദിവസം രാപാർത്ത് 4-ാം ദിവസം പോരാനൊരുങ്ങുകയാണ്. യഹൂദ മര്യാദ പ്രകാരം ദൂരെ നിന്ന് യാത്ര ചെയ്തു വരുന്ന ആളുകൾ കുറഞ്ഞത് 3 ദിവസം ഭവനത്തിൽ താമസിക്കുക എന്നുള്ളത് അവരുടെ ആതിഥ്യ മര്യാദയുടെ ഭാഗം കൂടിയാണ്. ഇന്നത്തെ പോലെ വാഹന സൗകര്യങ്ങളില്ല. ഒട്ടകപ്പുറത്തോ കഴുതപ്പുറത്തോ മൈലുകൾ താണ്ടിയുള്ള യാത്രയാണ്. അത് ക്ഷീണിച്ച് ചെന്ന് കഴിഞ്ഞാൽ 2-3 ദിവസം അവരെ അവിടെ സന്തോഷത്തോടെ സ്വീകരിക്കും. അപ്പോൾ തന്നെ വെപ്പാട്ടിയുടെ പിതാവ് തന്നെ അവിടെ സ്വീകരിച്ചു. 3 ദിവസം കഴിഞ്ഞ് പോകണമെന്ന് പറഞ്ഞ് അദ്ദേഹം വീണ്ടും പറഞ്ഞ് ഇപ്പോൾ പോകണ്ട, നാളെ പോകാമെന്ന് പറഞ്ഞ് 1-2 ദിവസം കൂടി അവിടെ താമസിപ്പിച്ചു. അത് കഴിഞ്ഞ് ഈ മനുഷ്യൻ തൻ്റെ വെപ്പാട്ടിയെ കൂട്ടിക്കൊണ്ട് മടങ്ങിപ്പോരുകയാണ്. ഇങ്ങനെ പോരുന്നതായ ആ സമയത്ത് അവർ ആ യെബൂസ്യരുടെ ഒരു ഗ്രാമത്തിലെത്തി. അവർ ഇസ്രായേലിന് ശത്രുക്കളാണ്. അപ്പോൾ കൂടെ ഉണ്ടായിരുന്ന അദ്ദേഹത്തിൻ്റെ വേലക്കാരൻ പറഞ്ഞു, നമുക്കിവിടെ ഇന്ന് ഈ സന്ധ്യയിൽ ഈ രാത്രി നമുക്ക് രാപാർക്കാം. പക്ഷേ ലേവ്യൻ സമ്മതിക്കുന്നില്ല. കാരണം നമുക്ക് യഹൂദന്മാരുടെ തന്നെ പട്ടണത്തിൽ പോകാമെന്ന് പറഞ്ഞ് ബെന്യാമിൻ ഗോത്രക്കാർ താമസിക്കുന്ന മറ്റൊരു പട്ടണത്തിലേക്ക് പോവുകയാണ്. പക്ഷെ അവിടെ ചെന്നപ്പോൾ അവരെ ആരും അവിടെ ഭവനത്തിൽ കൈക്കൊള്ളുന്നില്ല. അവർ പട്ടണത്തിൽ വഴിയരികിൽ അവിടെ വിശ്രമിക്കാൻ ഒരുങ്ങുമ്പോൾ ഒരു എബ്രഹീമൻ ഇവിടെ വന്നു പാർക്കുന്ന മറ്റൊരു എബ്രഹീമനായ മനുഷ്യൻ ഇവരെ കാണുകയും അദ്ദേഹം അവരെ കൂട്ടിക്കൊണ്ട് തൻ്റെ ഭവനത്തിലേക്ക് പോവുകയും ചെയ്യുന്നു. അവിടെ ചെന്നപ്പോൾ സംഭവിച്ചതാണ് പിന്നീട് നമ്മൾ വായിക്കുന്നത്. രാത്രിയിൽ ആ പട്ടണത്തിലെ ആഭാസികളായ ആളുകൾ, അല്ലെങ്കിൽ നമ്മുടെ ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ ഗുണ്ടകൾ, അവിടെ ആ ഭവനം ഇത് വളയുകയും തൻ്റെ ഭവനത്തിൽ വന്ന ആ യുവാവിനെ എൻ്റെ അടുത്തേക്ക് വിട്ടുതരുവാൻ ആവശ്യപ്പെടുകയും ചെയ്യുന്നു. ഈ സംഭവം വായിക്കുമ്പോൾ ഇതിനു മുമ്പ് ഉൽപ്പത്തി പുസ്തകത്തിൽ ലോത്തിൻ്റെ ഭവനത്തിൽ ദൈവപുരുഷന്മാർ വന്നതും ലോത്ത് അവരെ സംരക്ഷിച്ചമായ കഥയുമായിട്ട് നമുക്ക് താരതമ്യം ചെയ്യാം. അവർ പറഞ്ഞു, ഞങ്ങൾക്ക് ഭോഗിക്കേണ്ടതിന് അവരെ നിങ്ങൾ വിട്ടുതരിക എന്ന് ലോത്തിനോട് പറഞ്ഞപ്പോൾ ലോത്ത് പറഞ്ഞു, കന്യകയായ 2 പെൺകുട്ടികൾ എനിക്കുണ്ട്, അവരെ ഞാൻ വിട്ടുതരാം. ഇവിടെയും ഈ മനുഷ്യനും അത് തന്നെ പറയുന്നുണ്ട്. ഇവർ ഈ അകത്ത് വന്ന യുവാവിനെ ആവശ്യപ്പെടുന്നത് പ്രകൃതി വിരുദ്ധമായ ലൈംഗിക ബന്ധത്തിന് വേണ്ടിയിട്ടാണ്. ഹോമോസെക്സ് എന്ന് പറയുന്ന ലൈംഗിക വൈകൃതം. ലൈംഗികമായ കഴിവ് ദൈവം മനുഷ്യന് കൊടുത്തിരിക്കുന്ന ദൈവത്തിൻ്റെ സൃഷ്ടികർമ്മത്തിൽ ദൈവത്തോടൊപ്പം പങ്കുവഹിച്ച് മനുഷ്യരെ ഈ ഭൂമിയിൽ സൃഷ്ടിച്ച് വേണ്ടിയിട്ട് ദൈവത്തോടൊപ്പം പങ്കുവഹിക്കാൻ വേണ്ടിയാണ്. എന്നാൽ അതിനെ മലിനമാക്കുന്ന ഒരു മനോഭാവമാണ് സെക്ഷൽ ആയിട്ടുള്ള, അല്ലെങ്കിൽ ഈ പറഞ്ഞുള്ള ഹോമോസെക്സ്, അല്ലെങ്കിൽ ലൈംഗികമായ ഒരു വൈകൃതം, സ്വവർഗഭോഗം എന്ന് പറയുന്നത്. അത് പുരുഷന്മാരുടെ ഇടയിലും സ്ത്രീകളുടെ ഇടയിലുമുണ്ട്. അതിനെ ദൈവം വളരെയേറെ അവിടെ വെറുക്കുന്നുണ്ട്. സൊദോം ഗൊമോറയിലെ പാപം അതായിരുന്നു നമുക്കറിയാം. അതിനെ ദൈവം നശിപ്പിക്കാനുണ്ടായൊരു കാരണവും നമുക്കറിയാം. അതുതന്നെ ഈ ഭവനത്തിലും സംഭവിക്കുകയാണ്. ആ മനുഷ്യനെ വിട്ടുകൊടുക്കാതെ അദ്ദേഹം പിന്നെ അവസാനം ഇവിടെ വന്ന ഈ ലേവ്യൻ തൻ്റെ വെപ്പാട്ടിയെ അവർക്ക് വിട്ടുകൊടുക്കുന്നു. അവർ
അവളെ ബലാത്സംഗം ചെയ്യുകയും നേരം വെളുത്തപ്പോഴേക്കും ഏകദേശം അവൾ മരണാവസ്ഥയിൽ എത്തിച്ചേരുകയും ഇവിടെ വീട്ടുപടിക്കൽ വന്ന് കിടക്കുകയും ചെയ്യുന്നു. നമ്മൾ വായിക്കുന്ന അദ്ദേഹം അവളെ കൂട്ടിക്കൊണ്ട് തൻ്റെ ഭവനത്തിൽ കൊണ്ടുവന്ന് 12 കഷ്ണങ്ങളാക്കി മുറിച്ച ഇസ്രായേൽ ഗോത്രങ്ങളിലേക്ക് ഓരോ ഗോത്രത്തിനും കൊടുത്തയക്കുകയാണ്. എന്ന് പറഞ്ഞാൽ നമ്മളോട് ഈ ക്രൂരകൃത്യം ചെയ്തവനോട് പ്രതികാരം ചെയ്യുവാൻ അവരെ ബോധവാന്മാരാക്കാൻ വേണ്ടിയാണ് അപ്രകാരം ചെയ്തത്. ഏതായാലും അവൾ മരിച്ചുപോയി. 12 കഷ്ണങ്ങളാക്കി അവിടെ കൊടുത്തു വിടുന്നു. അനുസരിച്ച് അടുത്ത അധ്യായത്തിലേക്ക് വരുമ്പോൾ ഇസ്രായേൽ ജനം മുഴുവനും ഇനി ഈ ബെന്യാമീൻ ഗോത്രക്കാരോട് യുദ്ധത്തിനൊരുങ്ങുന്നത് നമ്മൾ കാണും. ഇവൻ്റെ സ്വന്തം ജനമാണ്, സ്വന്തം ഗോത്രത്തിൽപ്പെട്ടവർ അവിടെ ഇടയിൽ വന്നപ്പോഴാണ് ഇങ്ങനെ ഒരു വലിയ ദുരന്തം ഈ മനുഷ്യൻ്റെ ജീവിതത്തിലുണ്ടാകുന്നത്. ഇതിൽ ആദ്യ വാക്യം നമ്മൾ വായിക്കുന്ന ഇസ്രായേലിൽ രാജാക്കന്മാരായിട്ടില്ല, ന്യായാധിപന്മാർ പിന്നീട് ശിംസോന് ശേഷം ആരും അവിടെ ഉണ്ടായിട്ടില്ല. ജനത്തെ നയിക്കുവാനോ തെറ്റുകളെ തിരുത്തുവാനോ പാപസ്വഭാവത്തെ വെളിപ്പെടുത്തി കൊടുക്കുവാനോ ഒന്നും ആരുമില്ലാത്തൊരു ശോചനീയമായ അവസ്ഥ. ഇന്ന് നമുക്കിതൊക്കെ ഉണ്ടെങ്കിലും അവരിൽ നിന്നാണിപ്പോൾ, ഈ നേതൃത്വത്തിലുള്ളവരിൽ നിന്നാണിപ്പോൾ കൂടുതലും ശോചനീയമായ അവസ്ഥ ഭൂമിയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് മതവും രാഷ്ട്രീയവും സാമൂഹികവുമായ എല്ലാ രംഗങ്ങളിലും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയുള്ള സമൂഹത്തിന് ഏറെ നാളെ പിടിച്ചു നിൽക്കുവാൻ സാധിക്കുകയില്ല. അപ്പോൾ നമുക്കൊരു നേതൃത്വം ആവശ്യമാണ് എല്ലായിടത്തും. അത് ദൈവഹിതപ്രകാരം ജീവിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ആളുകൾ നേതൃസ്ഥാനത്തേക്ക് വരേണ്ടതും അനിവാര്യമാണ്. അങ്ങനെയുള്ള ഒരവസ്ഥ നമ്മുടെ ഈ ഭൂമിയിൽ സംജാതമാകുവാൻ ഇന്ന് നോമ്പിൻ്റെ ദിവസങ്ങൾ നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, പരിശുദ്ധാത്മാവേ, അതിന് നേതൃത്വത്തിലുള്ളവരെ ശക്തീകരിക്കണമേ, ബലപ്പെടുത്തണമേ നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം അതിന് നമ്മെ എല്ലാം സഹായിക്കുമാറാകട്ടെ.